9ാം ക്ലാസ് പരീക്ഷയിൽ അച്ചടിച്ച ചോദ്യക്കടലാസിന് പകരം ഇമെയിൽ വഴി ചോദ്യങ്ങൾ നൽകിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് പതിവ് പോലെ ചോദ്യപേപ്പർ വിതരണം ചെയ്തിരുന്നില്ല. പകരം ഇമെയിൽ വഴി ലഭിച്ച ചോദ്യങ്ങൾ അധ്യാപകർ വായിച്ചു കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഉത്തരമെഴുതാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഈ അസാധാരണ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലായി. ചോദ്യങ്ങൾ പൂർണ്ണമായിരുന്നില്ലെന്നും മുഴുവൻ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. സംഭവം പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വെള്ളച്ചാട്ടത്തിൽ ചാടി ജീവനൊടുക്കാനിറങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തിയ സുഹൃത്ത്. ഇടുക്കി മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള അപകടമുനമ്പിൽ ആത്മഹത്യ ചെയ്യാനിറങ്ങിയ യുവാവിനെയാണ് സുഹൃത്തും ജീപ്പ് ഡ്രൈവറും ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. കുർത്തിക്കുടിയിൽ താമസിക്കുന്ന സനൽ ശശി എന്ന യുവാവാണ് 500 അടിയോളം താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിന്റെ മുകളിലെ അപകടമുനമ്പിലേക്ക് ഇറങ്ങി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഏറ്റുമാനൂരിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചിത്രമില്ലാത്തത് വിവാദമായി. സംഭവം വാർത്തയായതിനെ തുടർന്ന് ബോർഡ് നീക്കം ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് തർക്കങ്ങൾക്കൊടുവിലാണ്. ഏറ്റുമാനൂരിൽ കോൺഗ്രസ് ആദ്യം നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനെ ഒഴിവാക്കി പിന്നീട് കാഞ്ഞിരപ്പള്ളിയിൽ നിയോഗിച്ചിരുന്ന DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഏറെ വൈകിയാണ് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂരിൽ ആരംഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയിൽ തൃശൂരിൽ നിന്ന് 62.5 ലക്ഷം രൂപ പിടികൂടി. കർണാടക KSRTC ബസ്സിൽ നിന്നാണ് പണം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ബസ്സിൽ നിന്ന് തൃശൂർ മുടിക്കോട് ദേശീയപാതയിലെത്തിയപ്പോഴാണ് പണം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പോലീസ് ചെക്കിങ്ങിലാണ് പണം കണ്ടെത്തിയത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് പണം പിടികൂടിയത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. കർണാടക സ്വദേശിയായ ഉദയശങ്കറാണ് പണവുമായി പിടിയിലായത്. കർണാടകയിലെ വസ്തു വിറ്റ പണമാണെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങളോ ഡോക്യുമെന്റുകളോ ഇയാളുടെ കൈവശമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പിന് കേസ് ഉടൻ തന്നെ കൈമാറുമെന്നും പോലീസ് പറഞ്ഞു. ഡോക്ടർ MK മുനീറിന്റെ വീട് ജപ്തി ചെയ്യില്ലെന്നും പാർട്ടി കൂടിയുണ്ടാകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ. ജപ്തി ഒഴിവാക്കാനുള്ള ഇടപെടൽ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ജപ്തി ഭീഷണി വാർത്ത വന്നതിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി MK മുനീറിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു. ജപ്തി നോട്ടീസ് സാങ്കേതിക നടപടിക്രമം മാത്രമാണെന്നും അത് മുനീറിന്റെ മാത്രമല്ല മുസ്ലിം ലീഗുകാരുടെ വീടാണെന്നും കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയുമായ VK ഫൈസൽ ബാബു പറഞ്ഞു. ആ വീട് നഷ്ടമാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു.